മനസ്സേ അച്ചായൻ കണ്ണൂരാണ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. അച്ഛൻ എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഓ ഒരുപാടായി നിങ്ങളെ കാണുന്നത്. അതെ അതെ ശരി. ഒരു പ്രത്യേക ലുക്കുകളാണ്. അതെ ഇതുണ്ടല്ലേ സ്റ്റഡ്. അതെ അതെ എല്ലാവരും പറയാറുണ്ട്. കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ പതിയുന്ന കാര്യങ്ങളൊക്കെ, അതിനൊരു ഭയങ്കര ഒരു അഭിനന്ദനം. താങ്ക് യു. ഞാൻ ആളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. കാരണം നമ്മുടെ കേരളക്കരയിൽ നിന്ന് കേരള പുറത്ത് മലയാളികളായിട്ട് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാണ് ഇദ്ദേഹത്തെ. പേര് ഞാൻ പറയുന്നില്ല, കാരണം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. താങ്ക് യു മിസ്റ്റർ മേപ്പാടി. അങ്ങനെ വിളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം നിങ്ങളുടെ ഒത്തിരി വീഡിയോകൾ ഞാൻ കാണാറുണ്ട്. അതിനകത്ത് പിന്നെ 6 മില്യൺ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഒരു വീഡിയോയ്ക്കകത്ത് 6 മില്യൺ അങ്ങോട്ട് കടന്നു. അപ്പോൾ അതിനകത്ത് കുറേ നെഗറ്റീവ്, അത് 2500 കമൻറ്റ് കണ്ടുണ്ടായിരുന്നു. കുറേ നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാറുണ്ടോ? എനിക്കത് ഭയങ്കര ഒരു ഊക്കം. എന്താ പറയുക, ഒരു രാജാവ് പടവെട്ടുമ്പോൾ 1000 പടകൾ ഇങ്ങനെ മുന്നിൽ വെക്കണ്ട, ആ രാജാവ് പേടിക്കില്ല. അപ്പോൾ ഇത്രയും വെട്ടി പോയാലേ നമ്മൾ വിജയം പണ്ടേ എൻ്റെ മനസ്സിലുണ്ടായി. 1000 നിൽക്കുമ്പോഴും വിജയം എൻ്റെ മനസ്സിലുണ്ടായി. അതാണ് എൻ്റെ വിജയം. ഇതൊക്കെ ലാസ്റ്റ് വരെ വെട്ടുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നമ്മൾ പിടിക്കും. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യം നമ്മൾ സാധിച്ചോണ്ടേ അല്ലേ? അതന്നെ. പിന്നെ നിങ്ങളെ വെച്ച് കുറേ പേര് ഇഷ്ടം പോലെ പൈസകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഒരു ആഗ്രഹമില്ല? ഞാനൊരു ബിസിനസ് മാനാണ്. കാരണം ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന രീതിയിൽ നിങ്ങൾ കോടികൾ സമ്പാദിച്ചത്. അതന്നെ, എനിക്ക് ജനങ്ങൾക്കൊരു മെസ്സേജർ ആകാനാണ് എനിക്ക് താല്പര്യം. അതെ, എനിക്ക് ബിസിനസ്സിനോട് താല്പര്യമില്ല. ഞാൻ മെഡിസിൻ മേഖലയിലാണ് ആദ്യം വന്നത്. പിന്നെയാണ് പലതും ഇത് മെഡിസിൻ ആണ്, എന്നാലും മെഡിസിൻ രീതിയെ ജനങ്ങൾക്ക് അഭിനയത്തിലൂടെ കാണിച്ചു എന്നുള്ളൂ. അത് ഒരു മെഡിസിൻ ആണ്, നാച്ചുറൽ ലൈഫ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജനങ്ങളോട്, മേപ്പാടിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സുരേഷ് മേപ്പാടിയുടെ വീട്ടിലാണുള്ളത്. ഞങ്ങളിവിടെ വീട്ടിൽ വന്നു. അദ്ദേഹത്തെ ഒന്ന് സ്പെഷ്യലായിട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, നിങ്ങളിലേക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആളൊരു നല്ല മനുഷ്യനാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും ഇവരൊക്കെ പലതും അതും ഇതുമൊക്കെ പറഞ്ഞായിരിക്കും. മാനുഷികമായിട്ട് എടുക്കാമെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിനോടൊപ്പമാണ് മേപ്പാടി. ഈ ബുൾഗാൻ ഇങ്ങനെ ഇതൊന്നും പോലെ നിർത്താൻ ഈ ബുൾഗാൻ ഞാനിങ്ങനെ ഒരു പല മരുന്നുകൾ ഇങ്ങനെ എടുത്ത് വെച്ചോട്ടെ. ഇങ്ങനെ വെച്ചോ തീർച്ചയായിട്ടും ജനങ്ങൾ കാണാം. ഇത് ഊരിക്കോ, അങ്ങോട്ട് ഊരിക്കോ. അപ്പോൾ അച്ഛൻ തന്ന ഒരു ഇതാണ്, ഗിഫ്റ്റാണ് അത്. പിന്നെ അത് അവിടെ കട്ടെ. പിന്നെ ഞാൻ ഇത് പോകുമ്പോ ഞാൻ കണ്ണാടി 5 മിനിറ്റ് ഇട്ടല്ലോ. നിങ്ങളൊക്കെ വിലപ്പെട്ട മനുഷ്യന്മാരാണ്. നമ്മളെ എവിടുന്ന് കണ്ണൂരിന്ന് കൂടെ ഒന്ന് കാണാൻ വരുമ്പോ പിന്നെ തീർച്ചയായിട്ടും എത്ര ഭാഗ്യം ചെയ്തവനാ. അപ്പോൾ എനിക്ക് തലയിൽ ഇവിടെ ഒരു മുഴ. ഇത് പണ്ട് ഏറ് കൊണ്ടതാ. പണ്ട് ഒരാള് മാങ്ങയ്ക്ക് എറിയുമ്പോൾ ഞാൻ റോഡ് കൂടെ പോവുക, അപ്പൊ ഏറ് കൊണ്ടത്, അത് മുഴയായി. അവര് തിരിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും പറയാൻ പറ്റിയില്ല. ആൾ ഓടിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇടൂല. അല്ലെങ്കിൽ ആൾ മോശക്കാരനല്ല എന്നും കൂടി ഓർക്കണം. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ചെറിയൊരു മനുഷ്യനാണ് കേട്ടോ, ഒരു കൊച്ചു മനുഷ്യനാണ്. മേപ്പാടിയുടെ വീടൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ വീഡിയോ കാണുന്ന മാതിരി അല്ല. പിന്നെ ആൾ പുതിയൊരു മരുന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയട്ടെ? പറഞ്ഞോട്ടെ. അച്ഛൻ പറയേ. മേപ്പാടി എയ്ഡ്സിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞെട്ടരുത്. അമേരിക്ക 20 കൊല്ലം 50 കൊല്ലം മുന്നേ ഇവരൊക്കെ മരുന്ന് ഇല്ല എന്ന് പറഞ്ഞു. എന്താ അറിയോ, മെഡിക്കൽ സയൻസിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. എന്താ അറിയോ, അവർ ഉള്ളതേ പറയുള്ളൂ, ഇല്ലാത്തത് പറയില്ല. മെഡിക്കൽ കെമിക്കൽസ് ആണ് ഇതിൽ. ഒരു 8 കൂട്ടം മരുന്ന് കൊണ്ടാണ് ഞങ്ങൾ ഈ മരുന്നിനെ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ മേലേക്ക് മരുന്ന് ഇല്ല എന്ന് പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ഇതിന് മരുന്നുണ്ട്, നിങ്ങളാരും വിഷമിക്കണ്ട. എമർജൻസി ആണെങ്കിൽ പിന്നെ അതേമാതിരി ബുദ്ധിമുട്ട്, അങ്ങനെ മരുന്നില്ല എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടണ, സങ്കടപ്പെടണ, മനപ്രയാസം, ഡെയിലി സ്വന്തം ചിന്തിച്ച് മരിക്കുന്ന ആൾക്കാർ ആരുണ്ടെങ്കിൽ എന്നെ വന്ന് കാണാം. തീർച്ചയായിട്ടും ഒരുപാട് വൈദ്യന്മാരെ നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഒരുപാട് അമ്മമാർ ഈ ഭൂമിയുള്ളവരെ ഗർഭം ധരിക്കുന്നു എന്നുള്ളത് ഈ നശിപ്പിച്ച ആൾക്കാർ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ എന്ന രാജാവിനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന മാതിരി അങ്ങനെ ഒരു ഏറൂദ് ആകരുത് നിങ്ങൾ. ഏറൂദിനെ കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ. അറിയാം. ഏറൂദ് എന്ന് പറഞ്ഞാൽ ഒരു ദുഷ്ടൻ രാജാവ്. ആ രാജാവിനെ പടകളെയൊക്കെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. നമ്മുടെ ഈ ബൈബിളിലൊക്കെ അങ്ങനെ ആകരുത് നിങ്ങളെ ദുഷ്ടമായ മെഡിക്കൽ സെന്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട്
അമ്മമാർ ഗർഭം ധരിക്കുന്നുണ്ട്, അതിൽ ഒരുപാട് ബുദ്ധിമാനായ കുഞ്ഞുങ്ങളുണ്ടാവും. ആ നിങ്ങളെ ഒരു ദിവസം വെള്ളത്തിൽ മുക്കി കൊല്ലും. അപ്പൊ ഉള്ള സത്യത്തിനെ പറഞ്ഞോളൂ. എന്താ പറയുക, അറിയില്ലെങ്കിൽ അറിയില്ല, എന്നാൽ ഭൂമിയിൽ മരുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയൂ. ജനങ്ങളെ വിഡ്ഢിയാക്കരുത്, ആടിനെ കോഴിയാക്കാനുള്ള പരിപാടി ചെയ്യരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മെഡിസിൻ എങ്ങനെയാണ് ഇത്? പിന്നെ ആയുർവേദമാണ്, ഞാൻ നാച്ചുറലാണ്. അപ്പൊ നാച്ചുറൽ മെഡിസിൻ എങ്ങനെ നമ്മൾ സ്വന്തമായ രീതിയിൽ ഉണ്ടാക്കി ഗുരുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പഠിച്ചു, മലേഷ്യ പോയി പഠിച്ചു. രണ്ടാമത് മലേഷ്യ പോയി പഠിച്ചു വന്നതാണ്. 10 കൊല്ലം മുന്നേ പഠിച്ചു വന്നത്. മലേഷ്യയിൽ പോയി പഠിച്ചതാണ്, ചില്ലറക്കാരനല്ല. ഓർക്കണം, നിങ്ങൾ ഓർക്കേണ്ട കാര്യം അത് അല്ലേ? നിങ്ങൾ ഓർക്കേണ്ട കാര്യം. പിന്നെ മലേഷ്യ പോയി പഠിച്ചു വന്നതാണ്. അതേമാതിരി സിദ്ധ, അലോപ്പതി, ആയുർവേദം, നാച്ചുറൽ പതി എന്ന് പഠിച്ചിട്ട് ഞാനായിട്ട് സ്വന്തം രൂപം പഠിച്ചതാണ് ഈ പരിപാടി. അതെയോ? എയ്ഡ്സിനുള്ള മരുന്ന് കണ്ടു ഒരു 10-20 പേരെ ഞാൻ ചികിത്സിച്ചോ? 10-20 പേരെ ചികിത്സിച്ച് ഇപ്പൊ വന്നത്. ഞാൻ നിർത്തിയതിന്റെ ശേഷം വന്നതാണ്. സുരേഷേട്ട എന്നെ രക്ഷിക്കണം നിർത്തം വന്നു. അങ്ങനെ ഇത് തന്നു. അവൻ പറഞ്ഞു ലോകത്തേക്ക് ഇത് അറിയിക്കണം. അടുത്ത വീഡിയോ വരുന്നുണ്ട്, ആളെ വെച്ചിട്ടില്ല, നമുക്ക് തന്നെ ചെയ്യാം. തന്നെ ആയിക്കോട്ടെ. അപ്പം ഇതിന്റെ പാറ്റന്റ് എന്താ ചെയ്യണ്ടേ? പാറ്റന്റ് ഞാൻ എടുക്കണോ അതോ? അത് നിങ്ങൾ എടുത്തോ. ഞാൻ ചികിത്സ നിർത്തി. ഞാൻ ലോകത്തേക്ക് ഫൈറ്ററായി മാറുന്നില്ല അച്ചായോ. അതെന്താ? ഞാൻ ഫൈറ്ററായി മാറുന്നില്ല. പിന്മാങ്ങരുത് ഒരിക്കലും, പിന്മാങ്ങാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത സാധനം ഇതൊക്കെ. സത്യമാണ്. ഇതൊക്കെ ഈ ലോകത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ തോറ്റ് പിന്മാറാനുള്ള ഒരു വ്യക്തിയല്ല നിങ്ങൾ. അല്ല, അത് ഒരിക്കലും മാറുന്നില്ല. എന്നാൽ ഇവരുടെ ഫൈറ്റിങ്ങിന് തയ്യാറല്ല. എന്നാൽ ഇതിന്റെ എയ്ഡ്സിന്റെ ഒരു സ്പെഷ്യൽ ചികിത്സാ സെന്റർ വയനാട്ടിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ. ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മുടെ മുമ്പിലേക്ക് വരിക? അത് കറക്റ്റാ അല്ലേ? വിജയം നേരത്തെ മനസ്സിൽ കണ്ടു കഴിഞ്ഞു. ഈ പേന ഇവിടെ കുത്താനുള്ള കാരണം ഏത് സമയം ഞാൻ എഴുതും, കുറിക്കും. എന്തെങ്കിലും ഡയറിയോ അങ്ങനെ എന്തും കുറിക്കും. അതെയോ? ചിലപ്പോ ഞാൻ എന്ത് കണ്ടാലും വായിക്കുന്ന ശീലമുണ്ട്. വായനാശീലമുണ്ട്. പിന്നെ എന്താ പറയാ, ഒരുപാട് യാത്ര ചെയ്യുന്ന ചിന്തയുണ്ട്. പിന്നെ ചിന്തിച്ചിരിക്കും ഒരുപാട്. ചിന്തിക്കാറുണ്ട്. കാട് വയ്ക്കുന്നവനെ രാജാവാക്കിയ കഥയിൽ ഞാൻ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ വിഷമില്ല. അത് സത്യം പറയാലോ. അപ്പോ ഈ ലോകത്തിന്റെ പഠനം വെറും സർട്ടിഫിക്കറ്റും എയർ ടിക്കറ്റും വാങ്ങാൻ മാത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടല്ലേ ഡോക്ടർമാർ മരുന്നില്ല എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും ഏറ്റവും ഉയർന്ന ലെവലിൽ നിൽക്കുന്ന പിൻബെഞ്ചിലിരുന്നവരാ. അപ്പൊ അതുപോലെ അന്ന് ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലിരുന്ന വ്യക്തി ഇന്ന് വലിയ ഹൈ ലെവലിലെത്തി കോടാനുകോടികൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ വരെ ഉണ്ടെന്ന്. അതെന്നെ പറഞ്ഞു. മനുഷ്യന്റെ ബുദ്ധിയാണ് അവിടെ അംഗീകരിച്ചു കൊടുക്കുന്നത്. ബുദ്ധിയാണ്. ഈ ബുദ്ധിയിൽ ഓരോ മനുഷ്യരെ നിർമ്മിക്കുമ്പോൾ ദൈവം അവരെ ഉള്ളിൽ ഓരോ കഴിവിനെ നിർമ്മിച്ചിട്ടുണ്ട്. അത് ടീച്ചർമാർ റൂട്ട് മാത്രം. എന്നാൽ ബാക്കിൽ പഠിക്കാത്തവനാണ് വിന്നർ. അവൻ ആ പഠിച്ച ഒരു പഠനം മാത്രമേ അവൻ അറിയുള്ളൂ. പഠിക്കാത്തവന് ആരുമാവാം. ആരുമാവാം. പിന്നെ എന്താ പറയുക, അത് ഒരുപാട് പഠിക്കാണ്ട് കുറച്ച് പഠിച്ചാലും അവൻ എവിടെ എത്തുന്നു പറയാം. അവനാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരെ ജോലി കൊടുക്കുന്നതും ആയിരക്കണക്കിന് ആൾക്കാരെ പഠിപ്പിക്കുന്നതും. പഠിച്ചവന് ഒറ്റ മാർഗം മാത്രം, പഠിക്കാത്തവന് പല മാർഗമാണ്. ഇന്ന് പഠിച്ചവനാണല്ലോ ജോലി തിരഞ്ഞെടുക്കുന്നത്, പഠിക്കാത്തവൻ ജോലി തിരഞ്ഞെടുക്കുന്നില്ലല്ലോ. അവൻ പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്. അവന് 1000 പേർക്ക് പണിയും കൊടുക്കുന്നുണ്ട്. 1000 MAക്ക് അവന്റെ കീഴിലാണ് പണിയെടുക്കുന്നത്. ജീവിതം സന്തോഷമാണോ അതോ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകാറുണ്ട്? ഞാൻ പ്രയാസങ്ങളും കഷ്ടപ്പാടും വേദനകളും കണ്ണീരിലൂടെ കടന്ന് നടന്നുകൊണ്ടിരുന്നു പോയ ആളാണ്. ഇന്ന് 50 പൈസ കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്, സംതൃപ്തിയാണ്. ആരെയും പറ്റിച്ചോ വേദനിപ്പിച്ചോ ഞാൻ കഴിക്കാറില്ല. പിന്നെ എൻ്റെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഞാൻ കാണിച്ചു തരാം. മേപ്പാടിയുടെ വീടും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഈ യൂട്യൂബിൽ നിന്ന് ഇത്ര ആൾ ഞാൻ നിങ്ങളെ വെച്ചൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വന്നു. അയ്യോ, നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ എന്താ അറിയോ, എന്നെ കാണുന്ന പ്രേക്ഷകർക്ക് എന്നെ അറിയാം, ഞാൻ ആരാണെന്നുള്ള അറിയാം. നിങ്ങൾ കണ്ടിട്ടില്ല എന്റെ വീഡിയോ? ഞാൻ നിങ്ങൾ അങ്ങനെയല്ല ചിന്തിച്ചു. ഞാൻ എന്താ അറിയോ, ഞാൻ വീഡിയോ ഒക്കെ നിർത്തി 2025 നിർത്തി. അന്ന് നിർത്തിയിട്ട് രണ്ടാമത് എൻ്റെ മനസ്സിൽ ഇത് വന്നതിൻ്റെ ശേഷം അവനാ പറഞ്ഞത് നിങ്ങൾ ലോകത്തേക്ക് അറിയിക്കണം. ഞാൻ ഇതും കൂടെ അറിയിക്കാണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു, എന്താ പറയുക, എനിക്കൊരാൾ വേണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ വന്നതാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ചോദിച്ചു വന്ന കാര്യങ്ങൾ പിന്നെ ഈ യൂട്യൂബിൽ വരുന്ന ഈ നെഗറ്റീവ് കമൻറ്റുകളോട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ട് എനിക്കിപ്പോൾ ഞാൻ പറയാം, ഈ നെഗറ്റീവ് കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു വിഷമം എനിക്ക് ഉള്ളിൽ തോന്നാറുണ്ട്.
അപ്പം ഈ നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ ഒരു വീഡിയോ ഞാൻ ഏതോ കണ്ടായിരുന്നു, അത് മേപ്പാടിയുടെ നല്ലൊരു വീഡിയോ ആണ്. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 3000 കമൻറ്റ് വന്നതിൽ ഒരു 2000 കമൻറ്റ് പ്ലസ് കമൻറ്റുകളാണ്. അതിൽ വേറെ പേരുണ്ട്, അത് ഏതാ വീഡിയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, അത് ഞാൻ പ്രേക്ഷകരുടെ അടുത്തേക്ക് പിന്നെ ഞാൻ കൊണ്ടുവരും അത് ഏതാ വീഡിയോ എന്നുള്ളത്. പക്ഷേ അപ്പോൾ ആ നെഗറ്റീവ് കമൻറ്റുകൾ കാണുമ്പം ഒരു വിഷമം മനസ്സിൽ തോന്നാറുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താ പറയുക, അവരൊക്കെ കരയിൽ നിന്ന് മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. ആഴത്തിൽ മീൻ പിടിക്കാതെ മനക്കട്ടിയും മനധൈര്യവും അവർക്കില്ല. അപ്പോൾ അവര് ഉറുമ്പിനെ കണ്ടാലും പേടിത്തൂടിയായിട്ട് പേടിച്ചോണ്ടിരിക്കും, പല്ലിയെ കണ്ടാലും പേടിച്ചോണ്ടിരിക്കും. അപ്പൊ അവര് കാര്യങ്ങൾ അറിയില്ല. ഇങ്ങനെയാണ് മാങ്ങയുള്ള മാവില് ഏറ് വരുള്ളൂ, അതും കൂടി ഓർക്കണം. അതാണ് കറക്റ്റ്. മാങ്ങയുള്ള മാവില് ഏറ് വരുള്ളൂ. അത് വേറൊരു വശം കേട്ടോ, അത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്റെ വിജയം ഞാൻ നേരത്തെ തന്നെ കണ്ടു. 1000 ആള് പടവെട്ടുമ്പോൾ എന്റെ വിജയം മനസ്സിൽ കണ്ടു. രാജാവായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അത് എന്നും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, എൻ്റെ മേഖല തന്നെ എന്താ പറയുക, പല തൊഴിലാളി മേഖല, ആ മേഖല, ഈ മേഖലയൊക്കെയാണ്. ഞാൻ മാത്രം, നിങ്ങൾ അച്ഛൻ എന്നെ ഇവിടെ തിരഞ്ഞു വരാൻ കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതെ, എന്നെ എല്ലാം അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കാം, പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നീ എന്താ ജോലിക്ക് പോയില്ലേ, നീ എന്താ അവിടെ പോയില്ലേ, എവിടെ പോയില്ലേ, ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമേ ആളുള്ളൂ. എന്നാൽ ഞാൻ ഇത് കണ്ടുപിടിച്ചു, എനിക്കൊരു മെഡൽ കിട്ടിയില്ല. അതേമാതിരി കണ്ണിന് ഓപ്പറേഷൻ ഇല്ലാതെ എങ്ങനെ ചികിത്സിക്കാം എന്ന് ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് ചെറിയൊരു കണ്ണിനൊരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ കണ്ണിനൊരു ഒരു ലോങ് സൈറ്റിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതിന് നമുക്ക് എന്തെങ്കിലും, അത് 42-45 വയസ്സിൽ റെറ്റിനോപ്പതി വരും. അതിനെ മരുന്നിലൂടെ മാറ്റാം, ഈ ഒരു പൂവിലൂടെ മാറ്റാം. അതെയോ? 100%. ഞാൻ എന്നെ പരീക്ഷിച്ച് കണ്ടുപിടിച്ചതാണത്. അതെയോ? ഞാൻ പരീക്ഷണങ്ങൾ ആര് എതിർത്താലും അത് ചെയ്തുകൊണ്ടേയിരിക്കും. എലികളിലാണോ പരീക്ഷിക്കാൻ? എല്ലാത്തിനും പരീക്ഷിക്കും. ഞാൻ എലികളിലും പരീക്ഷിക്കും, ചിലപ്പോൾ പുഴുക്കൾ, എന്തും കഴിച്ചു നോക്കും, എന്തും പിടിച്ചു നോക്കും. ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ട്. അതെല്ലേ? പിന്നെ മക്കൾക്ക് വരെ എന്നെ പേടിയാ. പേടിക്കാൻ പാടില്ല. അയ്യോ, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ല, അവര് പ്രാക്ടിക്കലായി. പിന്നെ ഈ യൂട്യൂബിലൊക്കെ വന്നിട്ട് ഞാൻ കുറേ കണ്ടു, ഇഷ്ടം പോലെ കോടിക്കണക്കിന് പൈസകൾ ഉണ്ടാക്കിയായിരുന്നു. മേപ്പാടിക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ആയിട്ട് എനിക്ക് തന്ന ആൾക്കാരുണ്ട്, തരാത്ത ആൾക്കാരും ഉണ്ട്, പിന്നെ സഹായം ചെയ്ത ആൾക്കാരും ഉണ്ട്. അവരൊക്കെ സഹായം, എന്താ പറയുക, എനിക്കൊരു വീഡിയോ തരണം എന്ന് പറഞ്ഞ ആൾക്കാർ, അതൊക്കെ അതിലൊന്നും എനിക്ക് വിഷമമല്ല. എനിക്ക് ജനങ്ങളെ പറ്റിക്കുക, മരുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ, സങ്കടം, എൻ്റെ അച്ഛനക്ക് 50 ലക്ഷം കാട്ട്, ഹോസ്പിറ്റലിൽ ഇത്ര ലക്ഷം കട്ടണം, ഇങ്ങനെ പറഞ്ഞ് കരയുന്നവർ ഒരുപാട് പഠിക്കണം, സ്കൂളിൽ തന്നെ വൈദ്യം പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. 50 ലക്ഷം ഗുളികയാണല്ലോ 5 ഉറുപ്പ്യക്ക് വെക്കുന്നത്. അതെ. അച്ഛൻ മരിച്ചു. എത്ര വർഷമായിപ്പോൾ? അച്ഛൻ 3 കൊല്ലം അല്ലേ? അമ്മ. അപ്പം ഞാൻ മേപ്പാടിയുടെ കൂട്ടത്തിൽ നിന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. സുരേഷ് മേപ്പാടി. താങ്ക് യു. അച്ഛൻ